അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 1ാമത്തെ പാഠമാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ പാഠ്യപദ്ധതിയാണ്. എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ 1ാമത്തെ പാഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. 1ാമത്തെ പാഠത്തിൻ്റെ പേര് നിസ്കാരം എന്നാണ്. നമുക്ക് അറിയാം, നിസ്കാരം എന്താണ്? അതിമഹത്തായ ഒരു ഇബാദത്താണ്. ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഇബാദത്താണെന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് തെളിവായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിനുള്ള തെളിവാണ് ലാ ഖത്ത ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട്. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല. പിന്നെ എന്നാരാ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ലാ ഖത്ത ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞത്, യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, നുബുവത്തിൻ്റെ ഇനി അടുത്ത നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് 27 രാവിലാണ്. റജബ് 27 രാവിലാണ് 5 വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ 5 വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതെന്നാണ് നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് 27 ഓക്കെ, അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുവരെയുള്ള പാഠഭാഗങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അടുത്തത് നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളുള്ളത്. എത്ര ഷർത്തുകൾ? 4 എണ്ണം. സിമ്പിളാണ്. 1 മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, അതേപോലെ ഹൈല് നിഫാസി എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക. സിമ്പിളാണ്. മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക. അപ്പോൾ ബുദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ പെട്ടെന്ന് ബുദ്ധി പോയി. എങ്ങനെയാണ്? കുറച്ച് ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് ബുദ്ധി പോകുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്നാൽ ബോധം കെട്ടുപോയി അല്ലെങ്കിൽ പെട്ടെന്ന് തല കറങ്ങി വീണു, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്തില്ല, നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമില്ല. പിന്നെ ഹൈല് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക. ഇതാണ് നിസ്കാരം നിർബന്ധമാവാനുള്ള 4 ഷർത്ത്. ഇനി 1ാം പാഠത്തിലെ തന്നെ അടുത്ത ഭാഗമാണ്. നമ്മൾ ഇവിടെ പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞു. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹാദത്ത് കലിമ രണ്ടും മനസ്സറിഞ്ഞ് ചെല്ലുക എന്നുള്ളതാണ്. മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് ചെല്ലുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് പ്രായപൂർത്തിയാവുക എന്നുള്ളത്. എന്താണ് പ്രായപൂർത്തിയാവുക? ഒന്ന്, ഒരു ആവറേജ് വയസ്സ് പ്രകാരം 15 വയസ്സാവുക എന്നാണ്. ഒരു മനുഷ്യന് ഒരു 14-15 വയസ്സോട് കൂടിയിട്ട് അവന് പ്രായപൂർത്തിയായി, പക്വതയെത്തി, പ്രായപൂർത്തിയായി. പിന്നെ മനീയ പുറപ്പെടുക എന്നുള്ളതാണ്. അത് ഒരു യുവാവിനെ സംബന്ധിച്ച്, ഒരു ആണിനെ സംബന്ധിച്ച് അവന് വയസ്സറിയിക്കുന്നത് മനീയ പുറപ്പെടലിലൂടെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഹൈലുണ്ടാവലോട് കൂടെ എന്ത് ചെയ്യും? പ്രായപൂർത്തിയായി. ഒരു ആവറേജ് വയസ്സ് ഒരു 9 വയസ്സ് മുതൽ ഹൈലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഈ ഭാഗത്തിൽ പറയുന്നത്.